ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് കാണിച്ച ചെറിയൊരു അവഗണനയും പുച്ഛവും ഇന്ന് അമേരിക്കൻ സൈന്യത്തിന് വരുത്തിവെച്ച വിന ചില്ലറയല്ല. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രതിരോധം ശരിക്കും വിയർക്കുകയാണ്. വളരെ താഴ്ന്ന ഉയരത്തിലൂടെ നിശബ്ദമായി പറന്നെത്തുന്ന ഇറാന്റെ ചാവേറുകളായിട്ടുള്ള ഷഹീദ് ഡ്രോണുകളെ കണ്ടെത്താനോ തകർക്കാനോ അമേരിക്കയുടെ അത്യാധുനിക റഡാറുകൾക്ക് പോലും കഴിയുന്നില്ല. ഇതിനോടകം തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങളിൽ 7 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നത് ഈ പ്രതിസന്ധിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ഈ ദുരന്തം അമേരിക്കയ്ക്ക് മുൻകൂട്ടി ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഇറാന്റെ ഇതേ ഡ്രോണുകളെ നേരിട്ട് പരിചയമുള്ള യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും കൃത്യം 7 മാസം മുൻപ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഷഹീദ് ഡ്രോണുകളെ എങ്ങനെ വില കുറഞ്ഞ രീതിയിൽ തകർക്കാം എന്നതിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉൾപ്പെടെ ഉക്രൈൻ വാഷിംഗ്ടണിൽ അവതരിപ്പിച്ചു. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ ഡ്രോൺ പ്രതിരോധം പഠിപ്പിക്കാൻ ഉക്രൈൻ വളർന്നോ എന്ന മട്ടിലായിരുന്നു അന്ന് ട്രംപിന്റെയും കൂട്ടരുടെയും പ്രതികരണം. ആ പവർ പോയിന്റ് പ്രസന്റേഷനിലെ വിവരങ്ങളെ വെറുമൊരു ചെറുകിട യുദ്ധതന്ത്രമായി കണ്ട് യാതൊരു വിലയും നൽകാതെ അന്ന് ട്രംപ് ഭരണകൂടം അത് അക്ഷരാർത്ഥത്തിൽ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. ട്രംപ് അന്ന് വരുത്തിവെച്ച ആ തന്ത്രപരമായ പിഴവ് ഇന്ന് അമേരിക്കൻ ഖജനാവിനെയാണ് ചോർത്തുന്നത്. വെറും 20,000 മുതൽ $50,000 മാത്രം നിർമ്മാണ ചെലവുള്ള ഒരു ഇറാനിയൻ ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്കയ്ക്ക് പ്രയോഗിക്കേണ്ടി വരുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന അത്യാധുനിക മിസൈലുകളാണ്. അതേസമയം യുക്രൈൻ ആകട്ടെ ഇത്തരം ഭീഷണികളെ നേരിടാൻ വളരെ കുറഞ്ഞ ചെലവിലുള്ള ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ഇതിനകം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അന്ന് കേൾക്കാൻ തയ്യാറാകാതിരുന്ന അമേരിക്ക ഇന്ന് ഗത്യന്തരമില്ലാതെ ഉക്രൈന്റെ സഹായം ഔദ്യോഗികമായി തേടിയിരിക്കുകയാണ്. മെറോബ്സ് എന്ന പുതിയ സ്വയം പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ വാഷിംഗ്ടൺ തയ്യാറെടുക്കുമ്പോൾ ഈ സംഭവം ലോകത്തിന് നൽകുന്ന ഒരു പാഠം കൂടിയുണ്ട്. ഭരണാധികാരികളുടെ രാഷ്ട്രീയ അഹങ്കാരവും ഈഗോയുടെയും മണ്ടത്തരത്തിന്റെയും അനന്തരഫലങ്ങൾ അനുഭവിച്ച് അറിയേണ്ടി വരുന്നത് അവരുടെ പാവം സൈനികരാണ്. ട്രംപിന്റെ ആ അഹങ്കാരവും മണ്ടത്തരവും ഇന്ന് യുദ്ധകളത്തിൽ സ്വന്തം സൈന്യത്തിന് നൽകുന്നത് വലിയ തിരിച്ചടികൾ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്.